നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പുകളുടെ ആവേശ പോരാട്ടത്തിൻ്റെ കാലമാണിനി. ഈ വർഷം ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, അടുത്ത വർഷം പകുതിക്ക് ശേഷം 2026 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യ മണ്ഡലം നമുക്കിന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നതിൻ്റെ കൂടി ഒരു പ്രസക്തിയുണ്ട്. അതായത് ഈ മണ്ഡലത്തിലെ നിലവിലെ MLAക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ MLA അടുത്ത തവണ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന ചില വാർത്തകൾ വരുന്നു. പകരം യുവ നേതാവ്, തീപ്പൊരി നേതാവ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. മണ്ഡലം മറ്റൊന്നുമല്ല, നേമം. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി കേരളത്തിൽ BJP താമര വിരിയിപ്പിച്ച മണ്ഡലം. ആ നേമത്ത് നിലവിലെ MLA മന്ത്രി വി ശിവൻകുട്ടിയാണ്. മന്ത്രി വി ശിവൻകുട്ടി അടുത്ത തവണ 2026 നേമത്ത് മത്സരിക്കാനില്ല എന്നുള്ള ചില സൂചനകൾ ചില പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പകരം തിരുവനന്തപുരത്തെ മേയറും CPMന്റെ യുവ നേതാവുമായ ആര്യ രാജേന്ദ്രനെ നേമത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമായി അറിയാം. CPM ആണ് ചിലപ്പോൾ സ്ഥാനാർത്ഥി തീരുമാനിക്കാതിരിക്കാം. അപ്രതീക്ഷിതമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ വ്യക്തിയാണ്. വിവാദങ്ങളും ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ ആര്യയുടെ കാലത്ത് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മിക്കവാറുമൊക്കെ വിവാദങ്ങളിലൂടെയും അല്ലാതെയും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായും അത്തരമൊരു യുവ നേതാവിനെ CPM നിയമത്തേക്ക് പരിഗണിച്ചാൽ തന്നെ അത്ഭുതപ്പെടാനില്ല, തെറ്റു പറയാനുമില്ല. കാരണം ആരോഗ്യപരമായി വി ശിവൻകുട്ടി എത്രത്തോളം അവിടുത്തെ സ്ഥാനാർത്ഥിയാകാൻ ആപ്റ്റാണ് എന്നുള്ളത് രണ്ടാമത് ഉയരുന്നൊരു ചോദ്യമാണ്. എന്തായാലും CPM പോലൊരു പാർട്ടി ഇത്തരം ചില റിസ്കുകൾ എടുക്കുന്ന പാർട്ടി തന്നെയാണ്. അവർ എടുക്കുന്ന പല റിസ്കുകളും അവർക്ക് അനുകൂലമാകാറുണ്ട്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ ഒരു മടിയും കാട്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല, പുച്ഛിച്ച് തള്ളാൻ കഴിയില്ല. എന്തായാലും ആര്യ രാജേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ടെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെ കേട്ടറിഞ്ഞത് വെച്ചാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും. കോൺഗ്രസിന് ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥി വരും. സാധാരണ ഘടകകക്ഷിക്ക് കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. എന്നാൽ കഴിഞ്ഞ തവണ കരുത്തനിൽ കരുത്തനായ K മുരളീധരൻ മത്സരത്തിനെത്തി. അതിൻ്റെ ഗുണവും കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ടായി. 2016 8700ഓളം വോട്ടുകൾക്ക് BJP വിജയിച്ച ഒരു മണ്ഡലമാണ്. BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നേമം. ആ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ എങ്ങനെയാണ് ശിവൻകുട്ടി ജയിച്ചതും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായതും ആ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണ BJP നേതാവായ രാജഗോപാൽ നേടിയത് 67,813 വോട്ട്. 67,813 വോട്ട് രാജഗോപാൽ നേടിയപ്പോൾ തൊട്ട് പുറകിലെത്തിയ ശിവൻകുട്ടിയെ 59,142 വോട്ട്, 7,800 വോട്ടിന് അടുപ്പിച്ചുള്ള ഒരു ഭൂരിപക്ഷത്തിൽ രാജഗോപാൽ താമര വിരിയിക്കുന്നു, ചരിത്രത്തിൽ ആദ്യമായി. അപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ UDFന്റെ ഘടകകക്ഷിയിലെ അംഗമായ വി സുരേന്ദ്രൻപിള്ള നേടിയ വോട്ട് നമ്മൾ മനസ്സിലാക്കണം. വെറും 9.8% വോട്ട്, 13,860 വോട്ട്. UDFന് കിട്ടേണ്ട വോട്ട് എവിടേക്ക് പോയി? UDFന് കിട്ടേണ്ട വോട്ട് BJPയിലേക്ക് പോയി എന്നുള്ളത് വ്യക്തമാണ്. കറക്റ്റാണ് കാര്യം. തിരിച്ച് നമ്മൾ കഴിഞ്ഞ തവണത്തേക്ക് വരുമ്പോൾ രാജഗോപാലിന് പകരം കുമ്മനം രാജശേഖരനാണ്. കുമ്മനം വലിയ സ്വീകാര്യനാണ്. എങ്കിൽ പോലും രാജഗോപാലിനുള്ളതുപോലെയുള്ള ഒരു പൊതുസമ്മതി, നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ ചിലപ്പോൾ കുമ്മനത്തിന് ലഭിച്ചു എന്ന് വരില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്താണ്? ഒന്നാം സ്ഥാനത്തെത്തിയ വി ശിവൻകുട്ടി നേടിയത് 54,452 വോട്ട്. ശിവൻകുട്ടിയുടെ വോട്ടിൽ 5000ഓളം വോട്ടിൻ്റെ കുറവ് തൊട്ട് മുന്നത്തെ ഇലക്ഷനിൽ. രണ്ടാം സ്ഥാനത്തെത്തിയ കുമ്മനം രാജശേഖരൻ നേടിയത് 50,856 വോട്ട്. ഏകദേശം 19,000 വോട്ടിൻ്റെ കുറവ്, 18,000 സംതിങ് വോട്ടിൻ്റെ കുറവ്. K മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് K മുരളീധരൻ നേടിയത് 33,532 വോട്ട്. 13,000 നിന്ന് 35,000 ആയി. 22,000 വോട്ട് K മുരളീധരൻ
UDF-നായി കോൺഗ്രസിനായി അധികം നേടി. ഈ 22,000 വോട്ടാണ് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയുടെ വിജയം നിർണയിച്ചതെന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന് പാരമ്പര്യമായി ഇവിടെയുള്ള വോട്ട് കെ മുരളീധരൻ എത്തിയപ്പോൾ പിടിച്ചു. ആ വോട്ട് BJP-യുടെ പരാജയം നിർണ്ണയിക്കുകയും കേവലം 3949 വോട്ടുകൾക്ക് മാത്രം വി ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP അവിടെ മത്സരിക്കുമെന്ന് കരുതുന്ന, BJP-ക്ക് വേണ്ടി മത്സരിക്കുമെന്ന് കരുതുന്ന രാജീവ് ചന്ദ്രശേഖർ ഏകദേശം 22,000 വോട്ടിൻ്റെ ലീഡ് നേടിയെന്നാണ് കണക്ക്. നേമം നിയോജകമണ്ഡലത്തിൽ തിരുവനന്തപുരം പാർലമെന്റിൽ വളരെ കുറച്ച് വോട്ടുകൾക്ക് പരാജയപ്പെട്ട അദ്ദേഹം നിയമസഭാ മണ്ഡലത്തിൽ 22,000 വോട്ടുകൾ ലീഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ BJP-ക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം 2026 എത്തുമ്പോൾ വി ശിവൻകുട്ടി മത്സരിക്കാനില്ലെങ്കിൽ, കെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ മത്സരിക്കാനില്ലെങ്കിൽ ഇനി ഒരിക്കലും കെ മുരളീധരൻ നേമത്ത് വന്ന് മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തവണ കെ മുരളീധരനെ കഴിഞ്ഞ തവണ BJP-യുടെ സീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി കെ മുരളീധരനെ ഒരു ബലിയാടാക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കെ മുരളീധരൻ കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ, UDF അധികാരത്തിൽ വരുമെങ്കിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ആവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നേമത്ത് വന്ന് മത്സരിച്ച് തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ മുരളീധരൻ തയ്യാറാകില്ല. മുരളീധരൻ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ UDF-ന് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്കോ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെ മുരളീധരന് നേമത്ത് വരാൻ സാധ്യതയില്ല. ശിവൻകുട്ടിയെ പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥിയല്ല ആര്യ രാജേന്ദ്രൻ. കെ മുരളീധരനെ പോലെ UDF-ന് ശക്തനായ ഒരാളില്ല. അപ്പോൾ പിന്നെ രാജീവ് ചന്ദ്രശേഖറിന് വിജയ സാധ്യത ഇല്ല എന്ന് എങ്ങനെ പറയും? 50,000-ലധികം വോട്ട് BJP-ക്ക് അവിടെ വ്യക്തമായി തന്നെയുണ്ട്. 69,000 വോട്ട് വരെ O രാജഗോപാൽ പിടിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തെത്തിയ ശശി തരൂരിനേക്കാൾ 20,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് രാജീവ് ചന്ദ്രശേഖറിന് നേമം നിയോജകമണ്ഡലത്തിലുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ എങ്ങനെയായാലും തോൽപ്പിക്കാൻ കഴിയില്ല. ആര്യ രാജേന്ദ്രൻ നേമം നിയോജകമണ്ഡലത്തിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം താമര വിരിയുന്ന മണ്ഡലം, അത് രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ താമര വിരിയുമെന്ന് ഉറപ്പിക്കാവുന്ന മണ്ഡലം നേമമാണ്. ഒരു സംശയവുമില്ല. ഇനി ആര്യയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസിന് മുരളീധരനല്ലാതെ മറ്റൊരാൾ വരുമെങ്കിൽ വലിയ പ്രയത്നമൊന്നും നേമത്ത് നടത്താതെ തന്നെ പാട്ടും പാടി BJP-ക്ക് വിജയിക്കാം. രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക് എത്തും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്ന 10-15 സീറ്റുകളിൽ 1ാമത്തെ സീറ്റ് നേമമായിരിക്കും.